അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് മുൻപ് കാണിച്ച ഒരു വീഡിയോ തന്നെയാണ് നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ ചാനലുകൾ പോയപ്പോൾ ഒരുപാട് വീഡിയോകൾ പോയിട്ടുണ്ട്. ഈ വീഡിയോ കാണാത്തവരിലേക്ക് എത്തിക്കുവാനും കണ്ടവർക്ക് വീണ്ടും ഒരു മൊയ്ലിയാരുടെ വിവരക്കേട് എത്രത്തോളമുണ്ട് എന്നുള്ളത് കാണിക്കുവാനും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ വീണ്ടും ചെയ്യുന്നത്. മുനീർ ബാക്കവി എന്ന പേരിൽ ഒരു മൊയ്ലിയാരുണ്ടായിരുന്നു. അയാൾ ഈ കൊറോണ സമയത്തും കൊറോണയ്ക്ക് ശേഷമൊക്കെ വേദികളിലൂടെയൊക്കെ വിവരക്കേടും അന്ധവിശ്വാസങ്ങളും അന്തമില്ലാത്ത എന്തൊക്കെയോ പറഞ്ഞ് നടന്നിരുന്ന ഒരു മുസ്ലിയാർ. ആ മനുഷ്യൻ പറഞ്ഞ ഒരു വിവരക്കേടാണ്, അല്ലെങ്കിൽ അയാളുടെ അറിവില്ലായ്മ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ചൂണ്ടിക്കാണിക്കുന്ന ആ മനുഷ്യൻ തന്നെ കാണിച്ചു തരുന്ന ഒരു വീഡിയോയുടെ കുറച്ച് ഭാഗമാണ് കാണിക്കുവാനുള്ളത്. കണ്ടു നോക്കാം നമുക്ക്. അപ്പം ഞാൻ ഹജ്ജിന് പോയ സമയത്ത് എൻ്റെ വിമാനത്തിൽ നെടുമ്പാശ്ശേരിയിൽ നിന്ന് കയറിയ ഒരു വല്യമ്മ ഉണ്ട്. ആ വല്യമ്മ നടാടെ ഫ്ലൈറ്റ് കയറിയ വിമാനത്തിൽ കയറി AC ഇങ്ങോട്ട് ഓണാക്കി താത്താക്കാണ് പൊന്തി ലെവലായേക്കാൻ എന്നോട് പറഞ്ഞു, മൊയ്ലിയാരുട്ടിയെ ഇവിടെ വരി പാത്താണ്ട്. മദർസ് കുട്ടികൾ പറഞ്ഞ മാതിരി മദർസിലെ കുട്ടികൾ പറഞ്ഞ മാതിരി പാത്താണ്ട് പറഞ്ഞപ്പോൾ നമുക്ക് പറയാൻ പറ്റുമോ? വല്യമ്മ 4-5 മണിക്കൂർ ഇഞ്ഞ് പാത്താ നിന്നോളി വിമാനത്തിൽ പാത്തി ആകെ എരപ്പാക്കൂ. ആ 1.5 HP മോട്ടോർ ഓണാക്കി പിന്നെ അവിടെ നിൽക്കാൻ സ്ഥലം ഉണ്ടാവില്ല. ആദ്യം തന്നെ ഈ കുറഞ്ഞ സെക്കൻഡുകൾക്കുള്ളിൽ അയാൾ പറഞ്ഞ എത്രത്തോളം വിഡിത്തങ്ങളുണ്ട്. ഹജ്ജിന് പോയ സമയത്ത് ഒരു വല്യമ്മക്ക് മൂത്രമൊഴിക്കാൻ മുട്ടിയ ഒരവസ്ഥയാണ് ഈ പറയുന്നത്. പാത്താണ്ട് എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. പ്രായമായ വല്യമ്മമാർ അങ്ങനെയൊക്കെ പറയും, പാത്ത് അല്ലെങ്കിൽ മൂത്രമൊഴിക്കുക എന്നൊക്കെ പറയും. ഈ ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഈ മൊയന്തൊക്കെ അതിലേക്കും അപ്പുറമല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ വല്യമ്മ മൂത്രമൊഴിക്കാൻ മുട്ടി എന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? ആ ഹജ്ജ് ഗ്രൂപ്പിൽ പ്രായം കുറഞ്ഞ യുവതികളായ ഏതെങ്കിലും ആളുകളുണ്ട് വെച്ചെങ്കിൽ അവരെ ഏൽപ്പിച്ചിട്ട് അങ്ങോട്ട് ടോയ്ലറ്റിലേക്ക് വിടാം. അല്ലെങ്കിലോ വിമാനത്തിൽ എയർ ഹോസ്റ്റസ്മാരുണ്ടാവും, അവരെ അറിയിച്ചു കഴിഞ്ഞാൽ ഭാഷ അറിയില്ലെങ്കിൽ പോലും അവരെന്താണ് ചെയ്യേണ്ടതെന്ന് അവിടെ വ്യക്തമായി കാണിച്ചു തരും, ഇല്ലേ? അപ്പോൾ അതിനൊന്നും ഇപ്പോൾ അത്ര വലിയൊരു സംഭവമല്ല. ഇതിങ്ങനെ പാടി നടക്കാനുള്ളൊരു കാര്യമൊന്നും അതിലില്ല. അതോടൊപ്പം അയാൾ പറഞ്ഞത്, ഇനി ആ വല്യമ്മ പാത്തി കഴിഞ്ഞാൽ, അതായത് മൂത്രമൊഴിച്ച് കഴിഞ്ഞാൽ 1.5 HP മോട്ടർ വെച്ച പോലെ വിമാനത്തിൽ കൂടിയൊക്കെ മൂത്രമാവും എന്നൊക്കെയാണ് പറഞ്ഞത്. എന്താണ് മൊയ്ലിയാരെ? ഒരു വല്യമ്മ എന്നല്ലേ പറയണത്? പ്രായമായ സ്ത്രീയല്ലേ? നിങ്ങളുടെ ഉമ്മയല്ലെങ്കിലും നിങ്ങളുടെ ഉമ്മാൻ്റെ ഉമ്മയല്ലേ, അല്ലെങ്കിൽ വാപ്പാൻ്റെ ഉമ്മയൊന്നും അല്ലെങ്കിലും അങ്ങനെയാണെങ്കിൽ നിങ്ങളിത് പറയുമോ എന്നുള്ളത് സ്വയം ചിന്തിക്കേണ്ടതുണ്ട്. എന്നിട്ട് പറയാണ് അത് 1.5 HP മോട്ടർ പോലെ ഒന്ന്. അതിനേക്കാൾ വൃത്തികെട്ട വാക്കുകൾ ഇയാൾ ഇനി ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് കുറച്ചുകൂടി കേൾക്കാം. ഞാൻ പറഞ്ഞു, വല്യമ്മ ഇവിടെ മൂത്രപ്പേരുണ്ട് ഇതിൻ്റെ ഉള്ളില്, പക്ഷേ ചെറിയ സൗകര്യം ഉണ്ടാവുള്ളൂ. നിങ്ങളെ കൂടിയത്തെ മാതിരി ഒരു യൂറോപ്യന് ഒരു സാധാ ടോയ്ലറ്റ് അങ്ങേപ്പുറത്ത് കുളിച്ചാലൊരു സ്ഥലം ഒന്നും വിമാനത്തിൽ ഉണ്ടാവൂല. ആകെ 4.5 സ്ക്വയർ ഫീറ്റിൽ ഒതുങ്ങുന്ന ഒരു ക്ലോസറ്റ് ഉണ്ടാവുക. അതിൽ നിങ്ങൾക്ക് പറ്റുമോ എന്ന് ചോദിച്ചു. ഇതൊക്കെ പറയേണ്ട കാര്യമുണ്ടോ മുനീറെ? അല്ലേ? അവിടെ മൂത്രം ഒഴിക്കാനുള്ള കാര്യമല്ലേ വല്യമ്മ പറഞ്ഞത്? അപ്പുറത്ത് കുളിക്കാനുള്ള ബാത്ത് ഏരിയ, അല്ലാത്ത വെറ്റ് ഏരിയ, ഇനി അതുപോലെ തന്നെ യൂറോപ്യൻ ക്ലോസറ്റ് കഴിഞ്ഞാൽ ഒറീസ പാൻ ഉണ്ട്, സാധാ ക്ലോസറ്റ്. ഇതൊന്നും അല്ലല്ലോ ഇപ്പോൾ വല്യമ്മ ചോദിച്ചത്. അവിടെ പോയിട്ട് കുളിച്ചിട്ട് നീരാടാനുള്ള കാര്യമൊന്നുമല്ല ചോദിക്കുന്നത്, മൂത്രമൊഴിക്കാനുള്ള കാര്യമല്ലേ? മൂത്രമൊഴിക്കുക മാത്രമല്ല, രണ്ടും നിർവഹിക്കുവാനുള്ള സംവിധാനം എല്ലാ ഫ്ലൈറ്റിലും ഉണ്ടാകും. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. വല്യമ്മക്ക് അറിയില്ലെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുക. താങ്കൾക്ക് അതൊന്നും പറയാൻ അറിയില്ലെങ്കിൽ, ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ വ്യക്തതയില്ലെങ്കിൽ, അത് അറിയുന്ന ആളുകൾ ഇപ്പോൾ ഈ ഇതുപോലെയുള്ള ഹജ്ജ് ഗ്രൂപ്പിലൊക്കെ അതിനുള്ള ഗൈഡുകളും കാര്യങ്ങളൊക്കെ സംവിധാനിച്ചിട്ടുണ്ടാവുമല്ലോ. എന്തിനാണ് ഈ വിവരക്കേട് ചെയ്യുന്നത്? ഇനി ചെയ്തുവെങ്കിൽ തന്നെ ആ വിവരക്കേട് ഇങ്ങനെ വേദികളിൽ നിന്ന് പറയുന്നത്. ഇനി ബാക്കി പറയുന്നത് കേൾക്കും നിങ്ങൾ. കുട്ടികൾക്ക് നിൽക്കാൻ പറ്റാറ് അങ്ങനെ വല്ല പിടിച്ചുകൊണ്ടുപോയി വാതിൽ തുറന്നു കൊടുത്തു. അപ്പൊ വാതിൽ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഇതിൽ ബക്കറ്റും പാട്ടിയും കാണില്ല. ഞാൻ പറഞ്ഞു, പള്ളിക്കത്തെ കക്കൂസല്ല, ഇതിൽ ബക്കറ്റും കോപ്പിയൊന്നും ഉണ്ടാവില്ല വല്യമ്മ. അതിൽ കുറച്ച് ന്യൂസ് പേപ്പർ ഉണ്ടാവും, വെള്ള കടലാസില്ല തൂങ്ങുന്നുണ്ട്. അതെടുത്തേക്കാണ്ട് പാത്തിന് ശേഷം അങ്ങനെ പൊത്തങ്ങനെ തുടച്ചുകൂടെ വേണ്ടി. അല്ലാതെ വല്യമ്മ എന്നാണ് പറഞ്ഞത്, അല്ലേ? എന്നിട്ട് അയാൾ പറഞ്ഞ വാക്കെന്താണെന്നറിയോ നിങ്ങൾക്ക്? പ്രത്യേകം ശ്രദ്ധിക്കണം പ്രിയമുള്ളവരെ. അതായത് വല്യമ്മ ബക്കറ്റും പാട്ടയൊന്നും ഇല്ല കുട്ടിയെന്ന് പറഞ്ഞപ്പോൾ, ഇതൊക്കെ സാധാരണ ഹജ്ജിനാണ് പോകുന്നതെങ്കിൽ ഹജ്ജ് ക്ലാസ്സിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവണം. ഇനി പറഞ്ഞിട്ടില്ലെങ്കിൽ തന്നെ അവിടെ എന്താ പറഞ്ഞു കൊടുക്കേണ്ടത്? ഇവിടെ സാധാരണ ബക്കറ്റും കോപ്പയൊന്നും അല്ല ഉണ്ടാവുക, ടോയ്ലറ്റ് പേപ്പറാണ് ഉണ്ടാവുക. എന്നിട്ട് അയാൾ പറഞ്ഞ വാക്ക്, ആ ഭാഷ നിങ്ങൾ ശ്രദ്ധിച്ചോ? പാത്തിക്കഴിഞ്ഞാൽ ആ പൊത്തങ്ങനെ തുടച്ചോളിയെന്ന്. നിങ്ങൾക്ക് മനസ്സിലായ സഹോദരന്മാരെ? അതായത് ഒരു പ്രായമായ സ്ത്രീയോട് ഇയാൾ അവിടെ അങ്ങനെ വിവരക്കേട് പറഞ്ഞിരിക്കണമെങ്കിൽ തന്നെ ഇതുപോലെയുള്ള ഒരു വേദിയിൽ നിന്നിട്ട് മൈക്കയിലൂടെ നൂറുകണക്കിന് ആളുകൾക്ക് കേൾക്കുന്ന വിധത്തിൽ ഇങ്ങനെ വിളിച്ച്, അല്ലേ, വിവരക്കേട് പറയാതെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് ഇത് ടെലികാസ്റ്റ് ചെയ്യുക. ഇവരുടെ ബുദ്ധി എത്രത്തോളം ഉണ്ട്? ഇനി അത് മാത്രമല്ല, അതിലേക്കും വലിയ അപകടങ്ങൾ, അബദ്ധങ്ങൾ, വിവരക്കേടുകൾ ഇയാൾ പറയുന്നുണ്ട്. കേൾക്കാം നമുക്ക്.
അല്ലാതെ വേറൊരു മാർഗ്ഗമില്ലായിരുന്നു. അങ്ങനെ ഏതായാലും വാതിലടച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഉസ്താദ് വെച്ച് പൂട്ടിയാൽ തുറക്കാൻ പൊടിയാനില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ പൂട്ടണ്ട, ഞാൻ ഇവിടെ പിടിച്ചേക്കോന്നുള്ള ആരും നിങ്ങളുടെ അടുത്തേക്ക് വരൂല. അങ്ങനെ വാതിൽ ചാരി പിടിച്ച് നിന്ന് വല്യമ്മ പാത്തി കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഉസ്താദെ പാത്തി കഴിഞ്ഞേക്കൊണ്ട് ഇഞ്ഞത്തെ കാട്ടണ്ടീന്ന്. ഞാൻ പറഞ്ഞു, തുടച്ചുകൂടി പേപ്പർ അവിടെ ഉണ്ട്. അങ്ങനെ 50 ആൾക്ക് പാത്താനുള്ള പേപ്പർ മുഴുവൻ വല്യമ്മ തുടച്ചു. സുബ്ഹാനല്ലാഹ്. ഓക്കെ, അങ്ങനെ 50 ആൾക്ക് പാത്താനുള്ള പേപ്പറൊക്കെ അയാൾ ഉദ്ദേശിച്ചതാണ് 50ഓളം ആളുകൾ മൂത്രമൊഴിച്ച് ഉപയോഗിക്കേണ്ട അത്രയും ആ ഒരു ടോയ്ലറ്റ് പേപ്പർ ആ വല്യമ്മ ഉപയോഗിച്ചു എന്നുള്ള. അത് ഇയാളെങ്ങനെയാണ് കണ്ടത് അല്ലേ? അപ്പോൾ ഇയാൾ വലിച്ചു പിടിച്ചിട്ട് ഒരു ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് ഇത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നോ? 50 ആൾക്കോ അല്ലെങ്കിൽ 40 ആൾക്കോ 60 ആൾക്കോ ഉപയോഗിക്കാനുള്ള പേപ്പർ വല്യമ്മ എടുത്ത് ഇങ്ങനെ തുടക്കണത് ഇയാൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നോ അല്ലേ? അത് ആ മഹല്ലത്തെ ആളുകൾ ഒന്ന് ചോദിച്ചിട്ട് വേണ്ട പോലെ ഒന്ന് ചോദ്യം ചെയ്യേണ്ടതായിരുന്നു എന്നുള്ള ഒരു കാര്യമുണ്ട്, പറയട്ടെ. സുബ്ഹാനല്ലാഹ്. വസ്വാസ് തീരണ്ടേ? തുടച്ച ക്ലോസറ്റ് ഫുള്ള് പേപ്പർ നിറഞ്ഞുകൊള്ളു. അങ്ങനെ എന്നോട് ചോദിച്ചാണ്, ഉസ്താദ് ഇങ്ങനത്തെ പേപ്പർ കാട്ടുക, ക്ലോസറ്റ് ഫില്ലായി. ഞാൻ പറഞ്ഞു, തിന്നൂടിയായിരുന്നു. ആണോ? അങ്ങനെയാണോ മൊയന്ത് മൊലിയരെ പറയേണ്ടത്? ഒരു പ്രായമായ വല്യമ്മ ഇതിനെക്കുറിച്ചൊരു ധാരണയോ കാര്യങ്ങളോ അറിയില്ലെങ്കിൽ ആ പേപ്പറൊക്കെ എടുത്ത് തിന്നൂട് എന്നാണോ പറയുക? ആണോ? എൻ്റെ അമ്മയെ വല്യമ്മ അണിച്ചത് പറയുമായിരുന്നോ? അതായത് താങ്കളുടെ എന്ന് ചോദിക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ല. അതാണ് ആ രൂപത്തിൽ ചോദിച്ചത്. ഇനി ബാക്കി കേട്ടു നോക്ക് സഹോദരന്മാരെ. അപ്പൊ വല്യമ്മ തിന്നാൻ തുടങ്ങിക്കോളൂ. സാധുവിന്റെ വിചാരം ഹജ്ജിന്റെ പറഞ്ഞപ്പെട്ടതാണ് ഇത് തിന്നുക. വിവരം ചെല്ലും പടുചായില്ല. പ്രിയമുള്ളവരെ, ഈ പറഞ്ഞത് കേട്ടോ, വിവരമല്ലല്ലോ പടു ജായില എന്നാണ് പറഞ്ഞത്. അത് ഒന്നുകൂടി ഞാനിവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. അത് പറയുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു ഇൽമിൻ്റെ വേദിയിൽ വയൽ പറയണ മൊയന്താരാണെന്നും പറഞ്ഞിട്ട് മൊയിലിയാരാണെന്നും പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ട് സംഘാടകർ വയൽ പറഞ്ഞിട്ട് നല്ലോണം എണ്ണീട്ട് പോക്കറ്റിലിട്ട് കൊടുത്തല്ലോ. ആ മൊയിലിയർ ഈ വിവരക്കേട് പറഞ്ഞു എന്ന് മാത്രമല്ല, ഒരു വിവരക്കേട് ചെയ്യുന്നും കൂടി ഉണ്ട്. ശ്രദ്ധിച്ചോക്കാണ്. സാധുവിന്റെ വിചാരം ഹജ്ജിന്റെ പറഞ്ഞപ്പെട്ടതാണ് ഇത് തിന്നുക. വിവരം ചെല്ലും പടുചായില്ല. ശ്രദ്ധിച്ചോ നിങ്ങൾ? അന്തല്ലല്ലോ അല്ലേ പടു ജായിലാന്ന്. ആരാണ് ജായില്? ഈ മനുഷ്യനല്ലേ പടു ജായില് അല്ലേ? അയാൾ എന്നിട്ട് എന്താ ചെയ്തെന്ന് അറിയുന്നത് നിങ്ങൾക്ക്? മണ്ട മസാല മൂക്കുപൊടിയാണോ വലിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതുപോലെയുള്ള വിവരദോഷികളായ മൊയിലിയാക്കന്മാരെയൊക്കെയാണ് നിങ്ങളുടെ വലിയ ഭയങ്കര സംഭവങ്ങളാക്കിയിട്ട് കൊണ്ടുനടക്കുന്നത് എന്നുള്ളതാണ്. ഇയാൾ സ്വന്തം ഉമ്മ അല്ലെങ്കിൽ വല്യമ്മ അല്ലെങ്കിൽ ഇളയമ്മ മൂത്തമ്മ ആരോ ആവട്ടെ, അങ്ങനെയാണെങ്കിൽ ഈ വാക്കുകൾ പറയുമോ? ഇനി ഈ വാക്കുകൾ അവിടെ പറഞ്ഞാൽ തന്നെ അത് ഏതെങ്കിലും വേദിയിൽ നിന്നുകൊണ്ട് പറയുമോ? ഇത് പറയുവാൻ വേണ്ടിയിട്ട് പള്ളി കമ്മിറ്റിക്കാരെ, മദ്രസ കമ്മിറ്റിക്കാരെ, മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ആളുകളെ നിങ്ങൾ ഇതുപോലെയുള്ള പച്ച ഷാളൂട്ടിട്ട് തലയിൽ കെട്ടി നടക്കുന്ന ഇതുപോലെ വിവരദോഷികളായ ആളുകളെ കൊണ്ടുപോയിട്ട് നിങ്ങൾ വയലന്മാരെന്നും പറഞ്ഞിട്ട് വയൽ പറയിപ്പിക്കുന്നുണ്ടല്ലോ. എന്ത് വയൽ? ഖുർആനും സുന്നത്തുമാണോ ഈ പറഞ്ഞത്? അയാളുടെ അനുഭവം പറയുകയാണെങ്കിൽ തന്നെ ആ പറഞ്ഞതിനൊരു മാന്യത വെക്കണ്ടായിരുന്നോ? അന്ന് അവിടെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇയാളുടെ ഈ വിവരക്കേട് പറച്ചിൽ നിർത്താൻ കഴിയുമായിരുന്നല്ലോ. നിങ്ങളുടെ കയ്യിന് പാങ്ങുള്ള അല്ലേ, തണ്ടലിന് ബലവും അന്തവും കുന്തവും ഉള്ള ആളുകളില്ലാത്തത് കൊണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചത് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രിയമുള്ളവരെ മനസ്സിലാക്കുക. ചില വിവരദോഷികൾ ഇങ്ങനെയുണ്ട്. പണ്ഡിതന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് പണ്ഡിത വേഷധാരികളായിക്കൊണ്ട് പണ്ഡിതന്മാർ വേഷം കെട്ടുന്നത് പോലെ വേഷവും കെട്ടിക്കൊണ്ട് നിങ്ങൾക്ക് മുമ്പിൽ വന്നുകൊണ്ട് ചെറിയ കുട്ടികൾക്ക് മുമ്പിൽ നിന്നുകൊണ്ട് പോലും മൂക്കുപൊടി വലിക്കുന്ന ഈ ഒരു വല്യമ്മ, ഒരു പ്രായമായ ഉമ്മയെ, ഒരു വയോധികയായ ഒരു സ്ത്രീയെ പടുജാഹില്, അന്തല്ലാത്ത ജാഹില് എന്ന് പറഞ്ഞാൽ ഈ മൊയന്ത് മൂല്യരേക്ക് നിങ്ങൾ പ്രഭാഷണത്തിന് എന്ന് പറഞ്ഞ് കൊണ്ടു നടക്കുന്ന അല്ലേ. ഇനി ഒരു കാര്യം കൂടി പറയാം. ഇയാൾ 2-3 ആളുകൾ, മണ്ണാർക്കാട്ടുകാരായ ആളുകൾ, അവരെ കാണുമ്പോൾ പറയാറുണ്ട് ഇത്രേ, മൻസൂർ മണ്ണാർക്കാട് കാരണം കറാമത്ത് പറയാനും പറ്റാതെയായി എന്ന് പറഞ്ഞുകൊണ്ട്. മൻസൂർ മണ്ണാർക്കാട് ഒരിക്കലും കറാമത്ത് പറയാൻ ഒരു എതിരും നിന്നിട്ടില്ല. കറാമത്തുകൾ പറയാം. എന്നാൽ കറാമത്ത് എന്ന് പറഞ്ഞുകൊണ്ട് വിവരക്കേടുകൾ പറഞ്ഞിരുന്നതിനെ മൻസൂർ മണ്ണാർക്കാട് എതിർത്തിട്ടുണ്ട്, വിമർശിച്ചിട്ടുണ്ട്, പ്രതികരിച്ചുകൊണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്, റിയാക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത്തരത്തിലുള്ള മുനീർ ബാക്കവിയുടെ മാജിക് മാലുവിൻ്റെ വടിയൊക്കെ നമ്മൾ പറഞ്ഞു വെച്ചാണ്. ഒന്നും കൂടിയും ഇവിടെ പറയാം എന്ന് അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.